के रहेंगे तुम कुछ भी कर लो. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിക്കത്ത് ജന്തർ മന്ത്രിൽ ഉയർന്ന വിജയാഘോഷങ്ങൾ. ആഴ്ചകൾ നീണ്ട വിദ്യാർത്ഥി സമരം അവസാനം ജയിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ തെരുവുകളെ പ്രകമ്പനം കൊള്ളിച്ച ആ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ആസാദി. എന്താണ് ആസാദി? വെറും ഒരു മുദ്രാവാക്യത്തിനപ്പുറം രാജ്യത്ത് നടന്ന പല അവകാശ സമരങ്ങളിലും ഇവിടുത്തെ ജനത മുഷ്ടി ചുരുട്ടി ഏറ്റുവിളിച്ച ഒരു മുദ്രാവാക്യം, അതാണ് ആസാദി. പേർഷ്യൻ ഭാഷയിൽ വേരുകളുള്ള ഈ വാക്കിന്റെ അർത്ഥം സ്വാതന്ത്ര്യം എന്നാണ്. നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതൽ ഇവിടുത്തെ വിപ്ലവ പ്രസ്ഥാനങ്ങളിലും പോരാട്ടങ്ങളിലും ഉയർന്നു കേട്ട പദമാണിത്. ആസാദ് എന്നാൽ സ്വതന്ത്രൻ. കാലം മാറിയപ്പോൾ ആ വാക്ക് ജനകീയ അവകാശ സമരങ്ങളുടെ പ്രധാന ശബ്ദമായി മാറി. കാശ്മീരിലെ പ്രക്ഷോഭങ്ങൾ, JNU വിദ്യാർത്ഥി സമരം, ഷഹീൻ ബാഗ് പൗരത്വ ഭേദഗതി വിരുദ്ധ പോരാട്ടങ്ങൾ, ചരിത്രപരമായ കർഷക സമരം, ഒടുവിൽ രാജ്യത്തെ വിദ്യാർത്ഥികൾ തങ്ങളുടെ ഭാവിക്കായി തെരുവിലിറങ്ങി വിജയം കണ്ട ഈ സമരം വരെ. അങ്ങനെ സാധാരണക്കാരനും വിദ്യാർത്ഥികളും തുടങ്ങി രാജ്യത്തെ പിടിച്ചു കുലുക്കിയ കർഷക സമരത്തിൽ പോലും ആ മുദ്രാവാക്യം ഉയർന്നു കേട്ടു. പല സ്ത്രീപക്ഷ മുന്നേറ്റങ്ങളിലും ഈ ആസാദി മുഴങ്ങി കേട്ടുകൊണ്ടേയിരുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ അനീതിക്കെതിരെയുള്ള മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രതിരോധമായാണ് ആസാദിയെ കണക്കാക്കുന്നത്. ഒരു ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്നതിലുപരി സാധാരണക്കാരന്റെ അവകാശങ്ങളെ ഹരിക്കുന്ന ദാരിദ്ര്യം, അസമത്വം, ജാതീയത, ലിംഗവിവേചനം എന്നിവയ്ക്കെതിരെയുള്ള ഇന്ത്യൻ ജനതയുടെ നിരന്തരമായ പോരാട്ടത്തിന്റെ ശബ്ദമാണ് ആ വാക്ക്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലും ജന്തർ മന്ദറിലെ തെരുവുകളിലും ആ വാക്ക് മുഴങ്ങി കേട്ടിരുന്നത്. അനീതി കണ്ടാൽ മനുഷ്യനുയർത്തുന്ന അവസാനത്തെ പ്രതിരോധമാണ് ആസാദി. വിശപ്പിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, വിവേചനങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, ഭരണകൂടത്തിന്റെ അടിച്ചമർത്തലുകളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. സമരങ്ങൾ ജയിക്കും, ഭരണാധികാരികൾ മാറും. പക്ഷേ ദാരിദ്ര്യത്തിനും വിവേചനങ്ങൾക്കുമെതിരെ സാധാരണക്കാരന്റെ ശബ്ദം അടിച്ചമർത്തപ്പെടാൻ നോക്കുമ്പോഴൊക്കെ ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ ആസാദി ഇനിയും മുഴങ്ങി കേൾക്കും.